നമസ്കാരം, സിറ്റി ടൈമിലേക്ക് സ്വാഗതം. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കഴിവു തെളിയിച്ച വനിതകൾ കൊച്ചിയിൽ ഒത്തുകൂടി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ സിഇഒ ശ്രീലക്ഷ്മി സുരേഷിന്റെ വിശേഷങ്ങൾ. അടുത്ത 8 വർഷത്തിനുള്ളിൽ കൊച്ചിയിൽ ഐടി മേഖലയിൽ 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് ഇൻഫോ പാർക്ക് സിഇഒ ജിജോ ജോസഫ്. മാറുന്ന സാഹചര്യത്തിൽ കൊച്ചിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് മേയർ ടോണി ചെമ്മണി. കേരളത്തിൽ സ്ത്രീകളുടെ അവസ്ഥ പരിതാപകരമെന്ന് അനിത നായർ. ഓരോ സ്ത്രീയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്ന് അനിത. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെയും യങ് ഇന്ത്യൻസിന്റെയും സഹകരണത്തോടെ പ്രമുഖരായ വനിതകളുടെ കൂട്ടായ്മ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കഴിവു തെളിയിച്ച നിരവധി വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീലക്ഷ്മി സുരേഷ് വിവര സാങ്കേതിക രംഗത്ത് ലോകമറിയുന്ന കൊച്ചുമിടുക്കി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒ ആയ ശ്രീലക്ഷ്മി സുരേഷ് സിറ്റി ടൈമിനോട് സംസാരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒ, അസോസിയേഷൻ ഓഫ് അമേരിക്കൻ വെബ് മാസ്റ്റേഴ്സ് എന്ന സംഘടനയുടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ശ്രീലക്ഷ്മി സുരേഷ് എന്ന 9ാം ക്ലാസ്സുകാരിക്ക് അവകാശപ്പെട്ടതാണ് ഈ വിശേഷണങ്ങളെല്ലാം. 4 വയസ്സ് മുതൽ കമ്പ്യൂട്ടറിനോട് കൂട്ടുകൂടാൻ തുടങ്ങിയതാണ് ശ്രീലക്ഷ്മി. 6 വയസ്സിനകം സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിക്കാൻ പഠിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തം സ്കൂളായ കോഴിക്കോട് പ്രസന്റേഷൻ സ്കൂളിനായി വെബ്സൈറ്റ് നിർമ്മിച്ച് പ്രൊഫഷണൽ ജീവിതം തുടങ്ങി. ഞാൻ വീട്ടിൽ തന്നെയാണ് പഠിച്ചത്. എന്റെ വീട്ടിൽ ഞാൻ ചെറുതാകുമ്പോഴേ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിൽ ചെറുതായിട്ട് പെയിന്റിലൊക്കെ ചിത്രം വരച്ച് കളിക്കുമായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ 3rd പഠിക്കുമ്പോഴാണ് അച്ഛനൊരു സൈറ്റ് കാണിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, അജയ്പുരി എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടി ചെയ്ത സൈറ്റാണ്. അങ്ങനെയാണ് എനിക്കതിൽ താല്പര്യം വന്നത്. അങ്ങനെ ഞാൻ വേറെ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അച്ഛൻ അതിന്റെ ബേസിക്സ് അറിയായിരുന്നു. അച്ഛൻ പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 4th പഠിക്കുമ്പോഴാണ് എന്റെ ഫസ്റ്റ് സൈറ്റ് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് എന്റെ സ്കൂളിന്റെ വെബ്സൈറ്റ് ആയിരുന്നു. പിന്നീട് ലയൺസ് ക്ലബ്, ബാർ അസോസിയേഷൻ, സ്റ്റേറ്റ് ഓഫ് കേരള തുടങ്ങി നിരവധി വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്ത് കരിയറിന്റെ പടവുകൾ കയറി. ഇന്ന് ഈ ഡിസൈൻ എന്ന സ്വന്തം പേരിലുള്ള കമ്പനിയുടെ ഉടമയാണ് ഈ 14-കാരി. സ്വന്തം വീടിനോട് ചേർന്ന് തന്നെ ഓഫീസും ചില പാർട്ട് ടൈം ജോലിക്കാരുമുണ്ട് ശ്രീലക്ഷ്മിയുടെ കമ്പനിയിൽ. ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർക്കിടയിൽ സ്കൂൾ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ശ്രീലക്ഷ്മിയുടെ കാര്യം വ്യത്യസ്തമാണ്. എനിക്ക് ക്ലാസ് 8:30 to 2:30 ആണ്. അതിനുശേഷം പിന്നെ ഞാനൊരു 3 o'clock ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തും. പിന്നെ ഒരു 2-3 hours അവിടെ ഞാൻ സ്കൂൾ വർക്ക് എല്ലാം തീർക്കും. പിന്നെ ഉള്ള സമയമാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ബിൽഗേറ്റ്സിനെ റോൾ മോഡലായി കാണുന്ന ശ്രീലക്ഷ്മിക്ക് പഠിച്ചു വലുതാകുമ്പോൾ തന്റെ കമ്പനി കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. ഗെയിം കളിക്കാനും ചാറ്റിംഗിനുമായി മാത്രം കമ്പ്യൂട്ടറിന് മുന്നിൽ ചടഞ്ഞുകൂടുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ സ്വന്തം വഴി വെട്ടിത്തെളിച്ച ശ്രീലക്ഷ്മിയുടെ കഥ വേറിട്ടതാകുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പയ്യന്നൂരിനോടൊപ്പം അഞ്ജു രഞ്ജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.